എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും പ്രേക്ഷക മുമ്പിലേക്ക് എത്തുകയാണ്. അതിലേറ്റവും പ്രാധാന്യമായിട്ട് കാണുന്ന ടോവിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. യെസ്, എല്ലാവരെയും ഒന്ന് എങ്ങനെ ആക്കിയെടുത്തു എന്നുള്ളത് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതാണ് എനിക്ക് ഇതിലും അത് എനിക്ക് ടോവി പ്രൊഡ്യൂസർ ആയപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാണ്ട്. എല്ലാവരും ഡയറ്റിലൊക്കെ വെയിറ്റ് ഒക്കെ കുറയാൻ പറ്റിയല്ലേ? വെയിറ്റ് വെയിറ്റ് ഒക്കെ കുറഞ്ഞു. ടോവിയുടെ അല്ല, ടോവിയുടെ കുറഞ്ഞു, ടോവിയുടെ കൂടി. ഇല്ല, നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഗോകുൽ ടോവിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ബ്രദറാണ്, കിങ്സ്റ്റൺ ചേട്ടനാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ. പിന്നെ റാഫേൽ ഏട്ടൻ, പിന്നെ തൻസീർ, അങ്ങനെയൊക്കെയുള്ള അവരൊക്കെയാണ് ഇതിന്റെ കോ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഇത്തിരി ബജറ്റൊക്കെ ഇച്ചിരി കൂടിയായിരുന്നു. കാരണം മഴ, ഇതായിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മൾ 20 ദിവസത്തോളം മഴ പെയ്തു ഷൂട്ടിൻ്റെ ഇടയിൽ. 10-50 ദിവസം ചാർട്ട് ചെയ്ത സിനിമ 70-80 ദിവസത്തോളം നീണ്ടുപോയി. അപ്പം അതിൻ്റേതായിട്ടുള്ള ബജറ്റ് നമ്മൾ വിചാരിക്കാതെ, അതും മഴക്കാലമല്ലാത്ത സമയത്ത് പെരുമഴയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ. പല സമയത്ത് ഷെഡ്യൂൾ ബ്രേക്കുകൾ ചെയ്യേണ്ടി വന്നു, വീണ്ടും ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് അത്രയും ദിവസം സെറ്റൊക്കെ ഹോൾഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ചില സെറ്റുകൾ വീണ്ടും പുതുക്കി പണിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഒക്കെ കാലാവസ്ഥാപരമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സിനിമയെ കോംപ്രമൈസ് ചെയ്ത രീതിയിൽ വളരെ വളരെ വൃത്തിയായിട്ടൊക്കെ തന്നെ ഒരു തരത്തിലും ഡയറക്ടർക്കോ ബാക്കി ടെക്നീഷ്യൻസിനോ ഒരു തരത്തിലൊന്നുള്ളൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തന്നെ വളരെ നീറ്റായിട്ടുള്ള ഷൂട്ട് തന്നെയായിരുന്നു. പക്ഷേ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ വളരെ വൃത്തിയായിട്ട് തന്നെ സിനിമ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്താണ് ഉപദേശം കൊടുത്തത്? ഞാൻ പ്രൊഡ്യൂസർ അല്ലല്ലോ. പ്രൊഡ്യൂസറിന് കൊടുത്ത ഉപദേശം പ്രൊഡ്യൂസറിന് കൊടുത്ത ഉപദേശം, എനിക്ക് പ്രൊഡ്യൂസേഴ്സിന് ഉപദേശം കൊടുക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ പ്രൊഡ്യൂസർ അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സംവിധായകനാണെങ്കിൽ ആണെങ്കിൽ എല്ലാം ചിലപ്പോൾ ശ്രമിച്ചേനെ. അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിൽ അവൻ എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടർ, അവനാണ് എനിക്ക് ഉപദേശങ്ങൾ തരാറ്. അതെ, അവിടെ വെച്ച് കൈമാറിയ ഉപദേശം എന്താ? കൈമാറിയ ഉപദേശം, അങ്ങനെ ഉപദേശമൊന്നും കൈമാറിയില്ല. ഉപദേശം ഒന്നുമില്ല. ഇല്ല, ഇപ്പൊ എന്തിനിപ്പോ ഉപദേശം? ഉപദേശിക്കണമെന്നുണ്ടോ? അല്ല, ടോവി നല്ലൊരു സിനിമ ലവറാണ്. സിനിമ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഒരു സിനിമ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ പുതിയ സംവിധായകനാണ്, അല്ലെങ്കിൽ പുതിയ തിരക്കഥാകൃത്താണ്, അവരെ വിശ്വസിച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു രീതിയിലും ഒരു തടസ്സവും നമുക്കുണ്ടായിട്ടില്ല. കാരണം ഒരു സമയത്ത് ഇത്രയും 10-24 ദിവസത്തോളം മഴയിൽ ഞങ്ങൾ എന്നാൽ എല്ലാ ദിവസവും ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചില ദിവസമൊക്കെ രാവിലെ വരെ ഇരുന്നിട്ട്, ഇത് ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഫുൾ നൈറ്റ് വെച്ചാൽ അധികം നൈറ്റിലാണ് കഥ പോകുന്നത്. അതെ, അപ്പോൾ രാവിലെ 6 മണി വരെ ഇരുന്നിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. വളരെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് അത്രയും ബാക്കി മണിക്കൂറുകൾ വെറുതെ ഇരുന്നിട്ട് പോയിട്ടുണ്ട്. വേറൊരു പ്രൊഡ്യൂസറാണെങ്കിൽ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടാവും, ആരായാലും ടെൻഷൻ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അങ്ങനെ പല ദിവസങ്ങളുമാണ്. പക്ഷെ എന്നാലും ടോവി ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്യാറുണ്ട്. ഒരു രീതിയിലും ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടില്ല. ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? ഈ സിനിമയിലേക്ക്, ഈ കഥയിലേക്ക് ഇവരൊക്കെ വേണമെന്ന് തീരുമാനിക്കും. ടോവിയുടെ അടുത്താണ് ആദ്യം കഥ പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് ആദ്യം എഴുതുന്ന സമയത്ത് ഇവരെല്ലാരും അങ്ങനെ ഇല്ലായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന പിന്നെ വൺലൈനൊക്കെ ആക്കിയിട്ട് പിന്നെ നേരെ ടോവിച്ചേട്ടൻ്റെ അടുത്ത് ഇതിന്റെ ഡയറക്ടർ ശിവപ്രസാദ്, മിന്നല്ല ബേസിലിൻ്റെ കൂടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ടോവിച്ചേട്ടനോടൊരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഇതിന്റെ വൺലൈന് ടോവിച്ചേട്ടൻ അയച്ചു കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അടുത്ത ഡ്രാഫ്റ്റ് പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഏകദേശം പ്രൊജക്റ്റ് ഓണായി. അതിനുശേഷമാണ് നമ്മൾ ആർട്ടിസ്റ്റുകളിലേക്ക് എല്ലാറ്റിലേക്കും എത്തുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.